നോക്കൂ, ദിവ്യ എസ് അയ്യരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടൊരു വിവാദം കേരളത്തിൽ വളരെ ശക്തമായിട്ടുണ്ടായി. ദിവ്യ എസ് അയ്യർ കെ രാഗേഷിനെ സംബന്ധിച്ച് എഴുതിയ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ആ തർക്കങ്ങൾ ശക്തമായി നടന്നത്. അത് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ തന്നെ വലിയ ഏറ്റുമുട്ടലായിരുന്നു. പൊതുസമൂഹം വലിയ കാര്യമായി ചർച്ച ചെയ്തിരുന്നു. ആ വിഷയം സ്വാഭാവികമായും മീറ്റ് ദി എഡിറ്റേഴ്സിൻ്റെ ടോപ്പിക്കാണ്. മീറ്റ് ദി എഡിറ്റേഴ്സിൻ്റെ ടോപ്പിക്കായി ആ വിഷയം ചർച്ച ചെയ്ത ദിവസം ഓരോരുത്തരും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാട് വ്യക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഡോക്ടർ അരുൺകുമാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ ചില അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു തർക്കമുണ്ടായി. അങ്ങനെ തർക്കമുണ്ടായപ്പോൾ ആ തർക്കത്തിൽ ഡോക്ടർ അരുൺകുമാർ യൂത്ത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ യുവജന സംഘടനയെ ഊത്ത് കോൺഗ്രസ് എന്ന് വിളിച്ചു എന്നാണ് വ്യാജമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എത്ര മുതിർന്ന മാധ്യമപ്രവർത്തകനായാലും ഇന്ന് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്ന ജോലിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനോ മാധ്യമപ്രവർത്തകയോ ആയാലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ ഒരു രാഷ്ട്രീയ നേതാവിനെയോ പൊതുസമൂഹത്തിലെ ആരെയെങ്കിലുമോ ഇരട്ടപ്പേര് വിളിക്കുന്ന ഒരു സംസ്കാരം കേരളത്തിലില്ല. അത് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി വളരെ കൃത്യമായി സൂക്ഷിച്ചു പോരുന്ന ഒരു കാര്യമാണ്. ഈ പൊതുസമൂഹത്തെ ബഹുമാനിക്കാൻ ബാധ്യസ്ഥമായ ആളുകളാണ് മാധ്യമപ്രവർത്തകർ.